ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, അത് DPSU ആണ്, മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റാണ്, പൊതുമേഖലാ സ്ഥാപനമാണ്. അതിനെ DPSU എന്നാണ് അറിയപ്പെടുന്നത്. DPSU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൻസ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. അതായത് ഡിഫൻസിന് വേണ്ടി മാത്രം കപ്പലുകൾ നിർമ്മിക്കുക, ഷിപ്പ്, ഇപ്പം ഇവിടെ വാർഷിപ്സ്, സബ്മറൈൻസ്, ഓഫ്ഷോർ പെട്രോൾ, ഫ്ലോട്ടിംഗ് ബോർഡർ ഔട്ട് പോസ്റ്റ്, ടക്സ്, ബാർജസ്, ഡ്രഡ്ജസ് എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള നാവികസേനയുടെ അല്ലെങ്കിൽ നമ്മൾ ഈ വാർഷിപ്പുമായിട്ട്, നേവൽ വാർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രൊഡക്ട്സുകൾ നിർമ്മിക്കുന്ന, കൺസ്ട്രക്ട് ചെയ്യുന്ന ഏകദേശം 805 വെസൽസ് 1960 മുതൽ ഇതുവരെ നിർമ്മിച്ചിട്ടുണ്ട്. 30 വാർഷിപ്പ്, അഡ്വാൻസ്ഡ്, ഇതൊക്കെ ഒരു ചെറിയൊരു ഇതിനെക്കുറിച്ചുള്ളൊരു, അതായത് മസഗോൺ ഡോക്ക് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊരു പ്രൊഫൈലാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് കൊളംബോ ഡോക്യാർഡ് PLC, അതായത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയെ 51% ഷെയർ മേടിച്ച് ഏറ്റെടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൊളംബോ ഡോക്യാർഡ് PLC, CDPLC, അതിലെ 51% ഓഹരി ഏറ്റെടുത്ത്, 51% എന്ന് പറയുമ്പോൾ ഏകദേശം $52.96 മില്യൺ വാല്യൂ ഉണ്ട്. 452 കോടി രൂപയോളം വരും. പൊതുമേഖലാ സ്ഥാപനമാണ് മസഗോൺ ഡോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ഗ്ലോബൽ ടേക്ക് ഓവറാണ് ശരിക്കും പറഞ്ഞത്. ബോംബെ ബേസ്ഡ് ആണ്. അവരുടെ ആദ്യത്തെ ഗ്ലോബൽ ഒരു, എന്താണ് പറയുന്നത്, ചുവടുവയ്പ് അല്ലെങ്കിൽ കാൽവയ്പ്പാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. $52.96 മില്യൺ ഡീലാണ്. ഏകദേശം 452 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള ഡീലാണെന്നാണ് ഇത് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് അവരുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഗ്ലോബൽ സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇനി നമുക്ക് അങ്ങോട്ട് കൂടുതൽ, എന്താണ് പറയുന്നത്, നേട്ടങ്ങളും മെച്ചങ്ങളും ഇന്ത്യക്കും തന്ത്രപരമായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഈ പ്രതിരോധപരമായിട്ടൊക്കെ തന്നെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഡീലാണ് ഇത് എന്നാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ നിലവിലുള്ള കൊളംബോ ഡോക്യാർഡിൻ്റെ ഓഹരി ഉടമകൾ എന്ന് പറഞ്ഞാൽ ഒനോമിച്ചി എന്ന് പറഞ്ഞാൽ ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യാർഡ് കമ്പനി, അവരുടെ കൈവശമുണ്ടായിരുന്ന 51% ഓഹരികളാണ് ഇപ്പം മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് സ്വന്തമാക്കിയത്. അപ്പോൾ ഇത് ഈ ഒരു, എന്നുവെച്ചാൽ ജപ്പാനീസ് കമ്പനിയായിട്ടുള്ള ഒനോമിച്ചി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് 51% ഓഹരി വാങ്ങി മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഇപ്പോൾ കൊളംബോ ഡോക്യാർഡിൻ്റെ ഒരു സഹസ്ഥാപനമായി മാറി. അപ്പോൾ അത് ഓഹരി വിപണിയിൽ നൽകിയ ഫയലിങ്ങിൽ, ഓഹരി വിപണിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നൽകിയ ഫയലിങ്ങിനകത്തിൽ പറയുന്നത് 50%. നമുക്കറിയാം 51% ആകുമ്പോൾ മെജോറിറ്റി ഷെയറാണ് ശരിക്കും പറഞ്ഞല്ലോ, ഇല്ലേ? 100 എന്നുള്ളത് അതിൽ 51%, അത് കൂടുതലോ ഏതെങ്കിലും ഒരു വ്യക്തിയോ സ്ഥാപനം ഒരു കമ്പനിയുടെ ഓഹരി കൈവശം വെക്കുമ്പോൾ മെജോറിറ്റി ഷെയർ ഹോൾഡറായി ശരിക്കും പറഞ്ഞത്. അപ്പോൾ കൊളംബോ ഡോക്യാർഡിൻ്റെ നിയന്ത്രണ അധികാരവും, കാരണം മെജോറിറ്റി സ്റ്റോക്ക് ഹോൾഡർ ആയതുകൊണ്ട്, സ്റ്റേക്ക് ഹോൾഡർ ആയതുകൊണ്ട്, നമുക്കാണ് അതിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള അധികാരം മസഗോൺ ഷിപ്പ് ബിൽഡേഴ്സിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് മസഗോൺ ഡോക്കിൻ്റെ ട്വിറ്ററിനകത്തിൽ ആ ഒരു ന്യൂസിനെ കുറിച്ച് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. MDL മസഗോൺ ഡോക്ക് ലിമിറ്റഡ് സെറ്റ് ടു അക്വയർ കൺട്രോളിംഗ് സ്റ്റേക്ക് ഇൻ കൊളംബോ. അപ്പോൾ ഇത് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ന്യൂസാണ് അല്ലെങ്കിൽ ഇൻഫർമേഷനാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവരുടെ ആദ്യത്തെ ഗ്ലോബൽ അല്ലെങ്കിൽ അന്താരാഷ്ട്രപരമായിട്ടുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. മസഗോണിൻ്റെ വിപണി മൂല്യം, മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $15.12 ബില്യൺ എന്നുവെച്ചാൽ നമ്മുടെ ഈ പറഞ്ഞ ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റിൻ്റെ, അതായത് 1,29,254 കോടി, ഒട്ടും കുറവൊന്നുമല്ല, വളരെ കൂടുതലാണ്. 9,660 രൂപയാണ് കമ്പനിയുടെ വാർഷിക വരുമാനം. അപ്പോൾ ഈ ടേക്ക് ഓവർ നമുക്ക്
ലഭിച്ചതോടുകൂടി പുതിയ സാധ്യതകൾ നമുക്ക് ഉണ്ടാകാനുള്ള എന്താണ് ഒരു അവസരം വഴി തുറന്ന് തന്നിരിക്കുകയാണ്. അതുപോലെ ഈ മേഖലയിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിച്ചു. അപ്പം നമ്മളിത് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ചൈന ഇതൊന്നും മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽപ്പാതയ്ക്ക് സമീപമാണ് കൊളംബോ ഡോക്യാർഡെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. 5 പതിറ്റാണ്ടായിട്ട് കപ്പൽ നിർമ്മാണശാലയിൽ ഇവരെ ഏർപ്പെടുന്നുണ്ട്. അതായത് കൊളംബോ ഡോക്യാർഡ് PLC. അവരെ കൊളംബോ ശ്രീലങ്കയിലെ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളാണത്. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി തന്നെയാണ് അവർ നഷ്ടത്തിലായതുകൊണ്ടാണ് ശരിക്കും ഇങ്ങനൊരു ഓഹരി വിൽപ്പനയ്ക്ക് അവർ തയ്യാറാവുന്നത്. അതായത് ഇപ്പോൾ അവരുടെ അവസ്ഥ നഷ്ടത്തിൽ ആണ്. അതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും ഈ ഓഹരികൾ വിൽക്കുവാൻ നിർബന്ധിതരായതും. പക്ഷേ ഇതിൻ്റെ ചരിത്രപരമാം അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടുള്ള എലമെൻറ്റ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ സാധ്യതയുള്ളൊരു തന്ത്രപരമായിട്ടുള്ള മേഖലയാണ്, അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൊളംബോ പോർട്ടിലാണിത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ തന്ത്രപരമായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. അപ്പം അതുകൊണ്ട് ഈ മസഗോൺ ഡോക്കിന് ഇങ്ങനൊരു അവസരം കിട്ടിയത് തീർച്ചയായിട്ടും അവരുടെ ഓപ്പറേഷൻസ് കൂടുതൽ അന്താരാഷ്ട്ര തലത്തിലേക്ക് വ്യാപിപ്പിക്കുവാനും ഒക്കെ തന്നെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു പ്രതീക്ഷയാണ് നമുക്ക്. കാരണം ഇതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മാരിടൈം കോറിഡോറായിട്ട് മാറുവാനുള്ള സാധ്യത ഇപ്പം ഈ ഒരു ടേക്ക് ഓവറിന് ശേഷമാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റ്സ്, പ്രത്യേകിച്ച് നേവൽ ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മാസഗോൺ ഡോക്ക് ആയതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ടെക്നോളജിയും ഒക്കെ തന്നെ ഇതിനകത്തിൽ സമന്വയിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഗ്ലോബലി നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി അവസരം ഇത് തുറന്നു നൽകുന്നുണ്ട്. നവംബർ 2024 കഴിഞ്ഞ വർഷം നവംബറിലാണ് ജപ്പാന്റെ കമ്പനിയായിട്ടുള്ള യൊനോമിച്ചി ഈ പറഞ്ഞ കൊളംബോ ഡോക്യാർഡിന്റെ ഓഹരികൾ വിൽക്കുന്നതായിട്ട് അറിയിച്ചത്. അപ്പോൾ അതിനുശേഷം തുറമുഖത്തിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിക്ഷേപകരെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ശ്രീലങ്കൻ സർക്കാർ. കാരണം ഇത് ശ്രീലങ്കൻ ഗവൺമെന്റിന്റെ ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റാണ്. അപ്പോൾ അവരിത് നടത്തിക്കൊണ്ട് പോകുവാൻ അവർക്ക് കഴിയത്തില്ല. കാരണം നമുക്കറിയാം ശ്രീലങ്ക സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നഷ്ടത്തിൽ ഓടുന്നത് കൊണ്ടും അവർക്കിതിനെ മുമ്പോട്ട് എന്താണ് പറയുന്നത് വളരെ എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ ശ്രീലങ്കൻ ഗവൺമെൻറ് സാധിക്കാത്തത് കൊണ്ടും ജപ്പാനീസ് കമ്പനിയായിട്ടുള്ള ഒനോമിച്ചി ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് എന്നുള്ളൊരു നിലപാടെടുത്തതിന് ശേഷം ശ്രീലങ്കൻ ഗവൺമെൻറ് ഇൻവെസ്റ്റേഴ്സിനെ തിരക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇന്ത്യക്ക് മുമ്പിൽ ഈ ഒരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ ആദ്യം ഒന്നും അങ്ങനെ കാര്യമായിട്ട് അത് എടുത്തില്ല. കാരണം കമ്പനിയുടെ സാമ്പത്തിക നിലയിലുള്ള വലിയ ബുദ്ധിമുട്ടുകൾ, അതുപോലെ ജീവനക്കാരുടെ കാര്യത്തിലൊക്കെയുള്ള ചില ആശങ്കകൾ ഉള്ളതുകൊണ്ട് ഇന്ത്യ പെട്ടെന്ന് അതിനെ പെട്ടെന്ന് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ മാറിയില്ല. ഒത്തിരി പരിശോധനകൾ, ഇൻസ്പെക്ഷനും എക്സാമിനേഷൻസും ഒക്കെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടത്തിയതിന് ശേഷം മാത്രമാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അനുമതി ലഭിച്ചത് ഈ ടേക്ക് ഓവറിന് വേണ്ടി. അപ്പോൾ ഏകദേശം 4 മുതൽ 6 മാസം എടുത്ത്. കാരണം ഇത് നമ്മളിപ്പം കോർപ്പറേറ്റ് മേഖലയിൽ ടേക്ക് ഓവർ എന്നൊക്കെ പറഞ്ഞാൽ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ സാധാരണ 2 വ്യക്തികൾ ചെയ്യുന്ന ഇടപാട് പോലുള്ള കോർപ്പറേറ്റ് മേഖലകളിൽ ഇതുപോലുള്ള വലിയ കമ്പനികൾ ടേക്ക് ഓവർ ചെയ്യുകയോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുന്നത്, അത് ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന എന്താണ് പറയുന്നത് ഈ അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ നെഗോസിയേഷൻസ്, അങ്ങനെ പലതരത്തിലുള്ള എന്താണ് പറയുന്നത് മീറ്റിങ്സ്, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൻ്റെ പ്രോസും കോൺസും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരു കമ്പനി മറ്റൊരു കമ്പനി ടേക്ക് ഓവർ ചെയ്യത്തുള്ളൂ. അത് ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. അപ്പോൾ ഇവിടെ 4 മുതൽ 6 മാസം എടുത്തിട്ടാണ് ഈ പറഞ്ഞ ഏറ്റെടുക്കൽ നടപടികൾ, ടേക്ക് ഓവർ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റെപ്സ് ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്തത്, പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു കപ്പൽ നിർമ്മാണ കമ്പനി വിദേശ കമ്പനിയിൽ ഇത്രയധികം നിക്ഷേപം നടത്തുന്നത്. ഇത്രയധികം 51% എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മെജോറിറ്റി ഷെയർ ആണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ആ മസഗൺ ഡോക്കിന് ഈ കൊളംബോ ഡോക്യാർഡിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ, മെജോറിറ്റി സ്റ്റേക്ക് ഹോൾഡർ ആയതുകൊണ്ട്, സ്റ്റോക്ക് ഹോൾഡർ ആയതുകൊണ്ട്, ഷെയർ ഹോൾഡർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിയന്ത്രണാധികാരം അവർക്കാണ്. അപ്പോൾ ഇത് ഇന്ത്യക്ക് എങ്ങനെ ഗുണകരമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഓഷ്യൻ റീജിയനുണ്ട്, IOR എന്ന് പറയും. കൊളംബോ ഡോക്യാർഡിന് ഓൾറെഡി അവർക്ക് ഇതൊരു പൊട്ടൻഷ്യൽ സ്ട്രാറ്റജിക്കലി വളരെ
അവസരങ്ങൾ നൽകുന്ന ഒരു ഇടമായിരുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമുദ്ര വാണിജ്യ ഇടനാഴി എന്ന് പറഞ്ഞാൽ മാരിടൈം ട്രേഡിൻ്റെ ഒരു കോറിഡോർ ഈ ഡോക്യാർഡ് വഴി തുറന്നു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കമ്പനി നഷ്ടമായതുകൊണ്ടും അവർക്കത് നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കാത്തത് കൊണ്ടും ശ്രീലങ്കൻ ഗവൺമെൻറ് സാമ്പത്തികമായിട്ടുള്ള പരിമിതികളിലൊക്കെ ആയതുകൊണ്ടും അത് വളരെ ബുദ്ധിമുട്ടിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് ടേക്ക് ഓവർ ചെയ്യാൻ, കാരണം അവരെ തീർച്ചയായിട്ടും ഇപ്പം ശ്രീലങ്കൻ ഗവൺമെൻറ് ഒരു പബ്ലിക് സെക്ടർ ആയതുകൊണ്ട് അത് ഒരിക്കലും ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇതുപോലുള്ള ഇന്ത്യയായിട്ടായാലും ചൈനയായിട്ടായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുമായിട്ടായാലും ഗവൺമെൻറ് ഡീലിൽ കൂടെ മാത്രമേ ഇത് സാധാരണ ഇങ്ങനെയുള്ളൊരു ടേക്ക് ഓവറിനെ അവർ സാധ്യമാക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെയും ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് അപ്പോൾ ചോദിക്കും, ജപ്പാനീസ് കമ്പനി എന്താ ഒനാമിച്ചി, പക്ഷേ നമുക്കറിയാം ഇതുപോലുള്ള ഏത് ടേക്ക് ഓവർ എന്ന് കഴിഞ്ഞാലും അതായത് രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട്, പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഇല്ലാതെ, അനുമതിയില്ലാതെ ഈ പറഞ്ഞ ടേക്ക് ഓവറുകളൊന്നും നടക്കത്തില്ല, വാങ്ങലും വിൽക്കലും നടക്കത്തില്ല എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ശ്രീലങ്കൻ ഗവൺമെൻറ്, ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെൻറ് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഗവൺമെൻറ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഇന്ത്യയെ സമീപിക്കുകയും ഇന്ത്യ അതിനെ ഒരു അപ്രൂവൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ആ സ്പേസ് ചൈന അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്കുള്ളതുകൊണ്ടാണ് ഇന്ത്യ ഈ അവസരം നഷ്ടപ്പെടാതെ ഈ ഒരു ടേക്ക് ഓവറിന് തയ്യാറായത്. വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞത് 452 കോടി രൂപയുടെ ഒരു മൂല്യം മാത്രമേ ഉള്ളൂ ഈ 51% ഷെയർ എന്ന് പറയുന്നത്. വലിയ എമൗണ്ടുകളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ മേഖലയിൽ സാന്നിധ്യം നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആഗോള കപ്പൽ നിർമ്മാണ, മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിൽ മാസകൻ ടോക്കനൊക്കെ ഇത്രയും വർഷത്തെ എക്സ്പെർട്ടൈസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. അത് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. കാരണം ഇന്ത്യൻ നേവിക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള വെസൽസും നിർമ്മിച്ച് നൽകുന്ന ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് മാസകൻ ഡോക്ക്. അപ്പോൾ തീർച്ചയായിട്ടും ആ എക്സ്പെർട്ടൈസും ഈ കൊളംബോ ഡോക്യാർഡുമായിട്ടുള്ള ടൈപ്പിൽ കൂടെ അവർക്ക് കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിക്കുകയും ഈ പറഞ്ഞ മേഖലയിലൊക്കെ തന്നെ, കപ്പൽ നിർമ്മാണ, മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ തന്നെ അവരുടെ സാന്നിധ്യം എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. ഓഫ് ഷോർ സപ്പോർട്ട് വെസലുകൾ, കേബിൾ ലേയിങ് ഷിപ്പുകൾ, ടാങ്കറുകൾ, പെട്രോൾ ബോട്ടുകൾ എന്നിവ വിവിധ രാജ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ചുമതലയാണ് കൊളംബോയ്ക്കുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മേഖലയിലൊക്കെ തന്നെ മാസകൻ ടോക്കന് ഈ ഒരു ടൈപ്പ് വഴി, ഡീൽ വഴി തീർച്ചയായിട്ടും മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വന്തമായ ഡിസൈൻ, നിർമ്മാണം, ആധുനിക രീതിയിലുള്ള അറ്റകുറ്റപ്പണി എന്നിവ സാധ്യമാക്കുന്ന ശ്രീലങ്കയിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനിയും ഈ പറഞ്ഞ കൊളംബോ ഡോക്യാർഡാണ്. അപ്പോൾ കൊളംബോ ഡോക്യാർഡും അത്ര ഒരു സ്മോൾ ഫിഷൊന്നുമല്ല. കാരണം അവർ ഈ പറഞ്ഞ മേഖലയിലൊക്കെ തന്നെ വളരെ കാര്യമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യവും പരിചയമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കമ്പനികളും കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ വ്യാപാര മേഖല വർദ്ധിപ്പിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൊളംബോ ഡോക്യാർഡിൽ ഏകദേശം 200 കപ്പലോളം വർഷത്തിൽ ആനുവലി വാർഷിക പ്രതിവർഷം എത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ ബോംബെ മാസകൻ ഡോക്കിനെ സംബന്ധിച്ച് ഈ ഒരു ഡീല് വഴി തുറന്നു കിട്ടുന്ന ഒരു അവസരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിസ്മയിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം 70 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു നഷ്ടം സ്ഥിരമായി സംഭവിക്കുമ്പോൾ ആ കമ്പനിക്ക് അല്ലെങ്കിൽ ആ ഒരു വലിയ കോർപ്പറേഷന് അവർക്ക് സ്വന്തം നിലയിൽ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കാതെ വരുമ്പോൾ ഇതുപോലുള്ള അനുയോജ്യമായിട്ടുള്ള ഡീൽ മേക്കിങ്ങിൽ കൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടേക്ക് ഓവർ സാധ്യമാക്കി ഈ പറഞ്ഞ സംരംഭത്തെ മുന്നോട്ട് നയിക്കുവാനും അല്ലെങ്കിൽ മുന്നോട്ട് ലീഡ് ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ ഇത് ലോകത്തെല്ലാം നമ്മൾ പ്രൈവറ്റ് മേഖലയിലായാലും സ്വകാര്യ മേഖലയിലായാലും അല്ലെങ്കിൽ ഇതുപോലുള്ള പൊതുമേഖലയിലൊക്കെ തന്നെ നമുക്ക് ഇതുപോലുള്ള ടേക്ക് ഓവറുകൾ ദിനം പ്രതി നമുക്ക് കാണാവുന്നതാണ്. പ്രൈവറ്റ് കോർപ്പറേറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ സ്വകാര്യ കോർപ്പറേറ്റ് ലോകത്ത് ഇത് നമുക്ക് ഒരു നിത്യാനുഭവമാണ്. ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ, ഇതുപോലുള്ള ക്യാപിറ്റലിസ്റ്റായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ ഇതൊക്കെ ഒരു നിത്യസംഭവമാണ്. $1 ബില്യൺ ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കോർപ്പറേറ്റ് ടേക്ക് ഓവേഴ്സ് അവിടെയൊക്കെ നിത്യസംഭവമാണ്. ഇന്ത്യയിലൊന്നും അത്ര വ്യാപകമല്ല, എന്നാൽ തന്നെയും പടിഞ്ഞാറൻ ലോകത്തൊക്കെ തന്നെ ഈ ടേക്ക് ഓവർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷെയർ സെല്ല് ചെയ്യുന്നതൊക്കെ തന്നെ ഒരു നിത്യസംഭവമാണ്. അപ്പോൾ ഇതെല്ലായിടും നടക്കുന്ന ഒരു കാര്യമാണ്. തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇടമായതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടി മാത്രമേ ഇതൊക്കെ
സാധ്യമാകൂ. ഇപ്പോൾ ശ്രീലങ്കൻ ഗവൺമെൻറ് ഭാഗത്തു നിന്നായാലും ശരി, ഈ കൊളംബോ ഡോക്യാർഡിന് ഈ ഷെയറുകൾ സെല് ചെയ്യണമെങ്കിൽ ശ്രീലങ്കൻ ഗവൺമെൻറ് അപ്രൂവൽ വേണം, അനുമതി വേണം. കാരണം ഇത് ശ്രീലങ്കൻ ഗവൺമെൻറ്റാണ്. ഇവിടെയും ഇന്ത്യൻ ഗവൺമെൻറ് പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തീർച്ചയായിട്ടും ഈ ഷെയർ വാങ്ങിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ടേക്ക് ഓവറിന് വേണ്ടി അത്യാവശ്യമാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ആ ഒരു അപ്രൂവൽ കിട്ടുകയും ചെയ്തു. അപ്രൂവൽ കിട്ടുന്നതിന് ശേഷമാണ് 4 മുതൽ 6 മാസം, ഏകദേശം 4-5-6 മാസം നമ്മൾ പറയുന്ന കാലയളവിൽ ഈ ടേക്ക് ഓവർ നടപടി, ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കുകയും അങ്ങനെ മസഗൺ ഡോക്ക് കൊളംബോ ഡോക്യാർഡിൻ്റെ മെജോറിറ്റി ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡർ ആകുകയും ചെയ്തു. അപ്പോൾ ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് പബ്ലിക് സെക്ടർ യൂണിറ്റിൻ്റെ എന്താണ് പറയുന്നത്, ആ ഒരു സാന്നിധ്യം നമുക്ക് ഗ്ലോബലി ഉറപ്പിക്കുവാൻ അല്ലെങ്കിൽ വ്യാപിപ്പിക്കുവാനും കഴിയുന്ന തരത്തിൽ ഈ ഒരു ടേക്ക് ഓവർ അല്ലെങ്കിൽ ഈ ഒരു ഏറ്റെടുക്കൽ മാറിത്തീരും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് പ്രധാന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.